ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുക, ഉത്തരം കിട്ടും എന്ന് ഉറപ്പോടുകൂടി, എനിക്കെൻ്റെ റബ്ബ് ഉത്തരം നൽകും എന്ന ആ ഒരു യഖീനോട് കൂടിയാണ് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അറിയണം, അല്ലാഹു തആല ഒരു ദുആ സ്വീകരിക്കുകയില്ല. എന്താണ് ദുആ? അശ്രദ്ധമായ, ശ്രദ്ധയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുആ, അതിന് അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്ന് നിങ്ങൾ അറിയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം, റബ്ബിനോട് ചോദിക്കുന്ന കാര്യം മനസ്സിൽ തട്ടി ചോദിക്കണം, മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ അറബിയിലുള്ള ചില അൽഫാദുകൾ ചിലപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ചൊല്ലുന്നുണ്ടാകും. എന്താണ് ഈ പറയുന്നത് നമ്മൾ അറിയണം. റബ്ബിനോട് ചോദിക്കുന്നത്, അതിൻ്റെ ആശയം എന്താണ്, ഞാൻ എന്താണ് ഈ റബ്ബിനോട് ചോദിക്കുന്നത് എന്ന കാര്യം നമ്മൾ അറിഞ്ഞു ചോദിക്കണം. മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ അത് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണമാണ്. നമുക്കൊരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഒരാളുടെ അടുത്തുകൂടെ നടന്നു പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കല്ല് വെച്ചിട്ട് അയാൾ ഇങ്ങനെ കൈകൊണ്ട് കളിക്കുന്നുണ്ട്. അപ്പം കല്ലിലിങ്ങനെ കൈകൊണ്ട് കല്ലിലിങ്ങനെ ചരൽക്കല്ലിങ്ങനെ കളിക്കുന്നതിനിടയിൽ ഇങ്ങനെ അയാൾ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ സവ്വിജ്നി മിനൽ ഹൂറിൽ ഐൻ, സ്വർഗീയ സ്ത്രീകൾ എനിക്ക് ഭാര്യമാരായി നൽകണമേ എന്നയാൾ പ്രാർത്ഥിക്കുമ്പോൾ കയ്യിൽ കല്ല് പിടിച്ചിങ്ങനെ കളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. റബ്ബിനോട് ദുആ ചെയ്യണം, പക്ഷെ അയാളുടെ കയ്യിൽ ഈ പറഞ്ഞിട്ടുള്ള കല്ലുണ്ട്. ഇത് കണ്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയാണ്, ബിഅ്സൽ ഖാതിബു അൻത, നീ എത്ര മോശം വിവാഹാലോചകനാണ്. നീ സ്വർഗീയ സ്ത്രീകളെ ഭാര്യമാരായി കിട്ടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷേ നീ അശ്രദ്ധമായ രൂപത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അല അൽഖൈതൽ ഹസാദ്, ആ കല്ല് താഴെ വെച്ച് വഅഖ്ലസ്ത ഇലല്ലാഹി ദുആ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നിനക്ക് ദുആ ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറ്റി വെച്ച് ഒന്ന് ശ്രദ്ധയോടുകൂടി ദുആ ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നത് വലിയ കാര്യമായിരിക്കും, പക്ഷെ മറ്റെന്തോ ചിന്തിച്ച് മറ്റെന്തോ പ്രവർത്തിച്ച് അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ഈ അസർ അതിന് തഅലീഖായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള മനോഹരമായൊരു വിഷയമുണ്ട്. എന്താ വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം ഫോണാണ്. ഫോണുമെങ്കിൽ ഓരോ കാര്യങ്ങൾ കളിക്കുന്നുണ്ടാകും, അതിനിടയിൽ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ടാകും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പറയാൻ യോജിച്ചത് ഷെയ്ഖ് പറയാണ്, അല അഗ്ലഖ്തൽ ജവ്വാൽ, നിനക്ക് ആ ഫോണൊന്ന് ഓഫാക്കി വെച്ച് വഅഖ്ലസ്ത ലില്ലാഹി സ്വാൽ, എന്നിട്ട് മര്യാദയ്ക്ക് അള്ളാഹുവിനോട് ഇഖ്ലാസോട് കൂടി ചോദിച്ചുകൂടെ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഇന്നുണ്ട്. ശരിയാണ്, ഇന്ന് കല്ലും ഇതൊന്നുമല്ല, നമ്മളിങ്ങനെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പക്ഷെ നമ്മൾ മൊബൈലിൽ കളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചിട്ടായിരിക്കും ദുആ ചെയ്യുന്നത്. അപ്പം അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുആ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പം ശരിക്കും നമ്മൾ അള്ളാഹുവിനോട്, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ എത്രയോ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു. നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദുആയാണ്. അള്ളാഹുവിനോട് എത്ര കാര്യങ്ങളാണ് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നതിനിടെ എത്ര കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. എത്രയോ മഹത്തരമായ കാര്യം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഏറ്റവും മഹത്തരമായ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ദുആയാണത്. ഇത് പറയുമ്പോൾ നമ്മൾ വേറെന്തോ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ അള്ളാഹുവിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ മനസ്സിൽ തട്ടിയല്ല പറയുന്നത് പലരും. അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും ദുആ ചെയ്യാൻ, അതിൽ നിസ്കാരത്തിൽ പഠിപ്പിക്കപ്പെട്ട ദുആകൾ തന്നെ ധാരാളമുണ്ടല്ലോ. അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഹൃദയത്തിൽ നിന്ന്, ശ്രദ്ധയുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുആ ആകണം. എത്രയോ കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് പലപ്പോഴും അശ്രദ്ധയിലാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം അതാണ്.